രേണുവിനെയും കുടുംബത്തെയും കുറിച്ച് ഇതുവരെ പ്രേക്ഷകർക്ക് അറിയാത്ത പല കാര്യങ്ങളും കിച്ചു അടുത്തിടെ ഒരു വീഡിയോയുടെ വെളിപ്പെടുത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. മാത്രമല്ല രേണുവിന്റെ കുടുംബം വീഡിയോ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട കിച്ചുവിനെ സമീപിച്ചെങ്കിലും കിച്ചു വിസമ്മതിക്കുകയും ചെയ്തു. രേണുവും കുടുംബവും തന്നോട് ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇനി തന്റെ കുഞ്ഞനിയനെ തനിക്ക് കാണാൻ സാധിക്കുമെന്ന ഉൾഭയം കിച്ചുവിന് ഉണ്ടായിരുന്നു. ഭൂമിയിൽ സ്വന്തമായെന്ന് പറയാൻ കിച്ചുവിന് ആകെയുള്ളത് അനിയൻ റിതുൽ മാത്രമാണ്. വിവാദങ്ങൾക്ക് ശേഷം കോട്ടയത്ത് പോയി കുഞ്ഞനിയനെ കണ്ടപ്പോൾ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പുതിയ വ്ലോഗിൽ കിച്ചു ഉൾപ്പെടുത്തിയിരിക്കുന്നു. റിതപ്പനെ കാണാൻ വേണ്ടി കോട്ടയത്ത് പോകുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. വിളിക്കാതെയാണ് ചെല്ലുന്നത്. അന്നത്തെ സംഭവത്തിന് ശേഷം വിളിച്ചിട്ടുമില്ല. എല്ലാവരുടെയും ചെരുപ്പ് പുറത്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാണ് കിച്ചു സുധീരത്തിലേക്ക് കയറി ചെന്നത്. റീനു വീട്ടിലുണ്ടായിരുന്നില്ല. റീനുവിന്റെ മാതാപിതാക്കളും മറ്റുമാണ് ഉണ്ടായിരുന്നത്. തെല്ലൊരു ഭരം കിച്ചുവിനും ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഋതപ്പനെ കണ്ടതും കിച്ചു ഓടിപ്പോയി വാരിയെടുത്ത് ഉമ്മൽ കൊണ്ട് മൂടി. ചേട്ടന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഋതുലിന്റെ മുഖം കാണുമ്പോൾ എല്ലാവരും ഒരു സന്തോഷം നിറയും. രേണുവിനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാനായി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു എല്ലാവരും. എറണാകുളത്ത് അമ്മയെ വിളിക്കാൻ പോകുവാനായി നിൽക്കുകയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും. അമ്മയോട് വിളിച്ച് സമ്മതം ചോദിച്ചു. അതുകൊണ്ട് പിള്ളേരുമായി അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകളുള്ള കോട്ടയം ലുലുമാളിൽ പോയി സമയം ചെലവഴിക്കാൻ പോകുകയാണ്. ലുലുമാളിൽ സമയം കുട്ടികളുമായി ചിലവഴിച്ച് ഋതപ്പനും രേണുവിന്റെ ചേച്ചിയുടെ മക്കളായ ലെമ്മോനയ്ക്കും ലുതിയയ്ക്കും പ്രിയപ്പെട്ട ചിക്കൻസും വാങ്ങി നൽകി കിച്ചുവും കൂട്ടുകാരും. രാത്രിയോടെ കിച്ചുവും കൂട്ടുകാരും പിള്ളേരുമൊത്ത് ഔട്ടിംഗ് കഴിഞ്ഞ് തിരികെ വീഴുന്നത്. പിള്ളേരെ തിരിച്ചു കൊണ്ടുവിട്ടു. എറണാകുളത്തേക്ക് പോകുകയാണ് അവർ എന്നത് പറഞ്ഞ് പിള്ളേരുമായി കറങ്ങാൻ പോകാൻ പറ്റില്ലെന്ന് കരുതിയത്. ഇവിടെ തന്നെ എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ കൊണ്ടുപോയ ശേഷം തിരികെ കൊണ്ടുവരാമെന്ന് കരുതി. ഋതപ്പൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോഴേ അമ്മയുടെ പപ്പയെ വിളിച്ച് ചോദിച്ചു. അപ്പം ആദ്യം പപ്പ പറഞ്ഞു നടക്കത്തില്ലെന്ന്. ഇപ്പോൾ കണ്ടില്ലേ ആ രീതിയിൽ പൊയ്ക്കോളൂ എന്ന്. പിന്നെ അമ്മയെ വിളിച്ച് ചോദിച്ചു. അമ്മ സമ്മതം പറഞ്ഞു. അതുകൊണ്ട് അവനെയും കൊണ്ടുപോയി. ഇപ്പോൾ അവൻ ഹാപ്പിയാണെന്ന് തോന്നുന്നു. രമ്യ ചേച്ചി വിളിച്ചിരുന്നു. എൻ്റെ പിള്ളേരെ നീ എവിടെ കൊണ്ടുപോകുന്നടാ എന്നൊക്കെ. ഋതപ്പനെ മാത്രമായി എനിക്ക് ഔട്ടിംഗ് കൊണ്ടുപോകാൻ പറ്റില്ല. പണ്ട് മുതൽ 3 പിള്ളേരുമായി ഞാൻ എന്തെങ്കിലും ചെയ്യാറുള്ളൂ. ആ രീതിയിൽ കൊണ്ടുപോയതാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ വിളിക്കുമായിരുന്നു അവർ.